ഇടതുമുന്നണി കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ നിലമ്പൂർ മണ്ഡലം അതിശക്തമായൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. LDF സ്ഥാനാർത്ഥിയായി M സ്വരാജ് വന്നതോടെ UDF വളരെ കരുതലോടെ പ്രവർത്തിക്കേണ്ടതായി വന്നു. അതിൽ സംശയമില്ല. എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിൽ പോയി ജയിക്കാൻ കഴിഞ്ഞ ഒരു മുൻ MLA സ്വന്തം പിറന്ന മണ്ണിൽ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അവിടെ പോരാട്ടം കടുക്കുക തന്നെ ചെയ്യും. ഇടതുമുന്നണിക്ക് വോട്ട് കുറവായിരിക്കാം, പക്ഷേ അവരുടെ മുന്നണിയിലും CPM പാർട്ടിയിലും യാതൊരു അസ്വാരസ്യങ്ങളും ഇല്ല എന്നുള്ളത് വളരെ പ്രധാനമാണ്. UDFിൻ്റെ കൂടെ അൻവർ കൂടി ചേർന്നാൽ വിജയം സുനിശ്ചിതമാണെന്ന് പറയാമെങ്കിലും പാർട്ടിക്കുള്ളിൽ വലിയ തോതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. VV പ്രകാശനെ കഴിഞ്ഞ തവണ തോൽപ്പിക്കാൻ ആര്യാടൻ ഷൗക്കത്ത് ശ്രമിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുമുണ്ട്. അങ്ങനെയുള്ള എല്ലാ അസ്വാരസ്യങ്ങളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും ഇല്ലാതാക്കി മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ കോൺഗ്രസിനും UDFിനും നിലമ്പൂരിൽ ജയിക്കാൻ കഴിയുകയുള്ളൂ. അതിനായി വ്യക്തി താല്പര്യങ്ങളില്ലാത്ത കൂടുതൽ യുവാക്കൾ രംഗത്തിറങ്ങേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് ഷാഫി പറമ്പിലിനെ പോലെയുള്ള യുവ നേതാക്കളുടെ മുന്നേറ്റം നിലമ്പൂർ പ്രതീക്ഷിക്കുന്നത്. ഷാഫിക്കിത് ഉത്തരവാദിത്തം കൂടിയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. KPCC വർക്കിംഗ് പ്രസിഡന്റായി വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. പാർട്ടിയുടെ ഒരു യുവ MP അല്ലെങ്കിൽ MLA എന്നതിനപ്പുറത്ത് സംഘടനാപരമായ വലിയ ഉത്തരവാദിത്തം കൂടിയുള്ള ഈ സമയത്ത് ഷാഫിയുടെ നീക്കവും മുന്നേറ്റവും പാർട്ടി വളരെ ശ്രദ്ധയോടെയാണ് നടത്തുന്നത്. കാരണം നിലമ്പൂർ എന്ന് പറയുന്നത് മുസ്ലിം സ്ഥാനാർത്ഥികൾ മാത്രം ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. 1967 മുതൽ പല തവണകളിലായി 4 പതിറ്റാണ്ടുകാലം ആര്യാടൻ മുഹമ്മദും കൂടാതെ TK ഹംസയും അൻവറും കുഞ്ഞാലിയും ഒക്കെ ജയിച്ചു വന്ന നിലമ്പൂരിൽ ഇത്തവണ മത്സരിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിന് മുസ്ലിം വിഭാഗത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും നീരസം നേരിടേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടിയുള്ള ചുമതല ഷാഫി പറമ്പിലിനാണ്. സമുദായത്തിനുള്ളിൽ ഏറ്റവും വലിയ പ്രതീക്ഷയായി വളരുന്നൊരു നേതാവാണ് ഷാഫി പറമ്പിൽ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ആ സമുദായത്തിന്. അതുപോലെ യുവാക്കളെ ശക്തിയുക്തം ചലിപ്പിക്കാനും ഷാഫി പറമ്പിൽ തന്നെ വേണം. അങ്ങനെ വളരെ ഉത്തരവാദപ്പെട്ട നേതാവായി വലിയ ദൗത്യവുമായിട്ടാണ് ഷാഫി ഇത്തവണ നിലമ്പൂരിലെത്തിയിരിക്കുന്നത്. എതിർ സ്ഥാനാർത്ഥി ആരായാലും പ്രശ്നമില്ലെന്നും ജനങ്ങളുടെ പിന്തുണ തേടിയുള്ള മുന്നേറ്റത്തിൽ അൻവറിനെയും ഉൾപ്പെടുത്തുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കുകയാണ്. നമുക്ക് ഷാഫിയുടെ വാക്കുകൾ തന്നെ കേട്ടു നോക്കാം. പിന്നെ പാലക്കാട് മത്സരിച്ചപ്പോൾ സരിൻ്റെ അവകാശവാദങ്ങളൊക്കെ ഇതിനേക്കാളും വലിയ അപ്പുറത്തായിരുന്നു. മൊത്തം UDF അങ്ങോട്ടേക്ക് പോകണമെന്ന് നിങ്ങളുൾപ്പെടെ വാർത്ത കൊടുത്തു. എല്ലാ ദിവസവും രാവിലെ പത്രസമ്മേളനം നടത്തിയിട്ട് ഒരു പ്രാധാന്യമില്ലാത്ത ആളുകൾക്ക് പോലും 1 മണിക്കൂർ ലൈവ് കൊടുത്തിട്ട് ഇത് മുഴുവൻ തീർന്നേന്ന് പറഞ്ഞിട്ടാണ് ആ പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഇതുവരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തിനാണ് അവസാനം അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾ ജയിപ്പിച്ചത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം UDFിൻ്റെതാണ്. അതാണ് പൊളിറ്റിക്സിൽ പ്രധാനം. ആരെയും മോശമായിട്ടോ വില കുറച്ച് കണ്ടിട്ടോ ഒന്നുമല്ല. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം, ഈ ഭരണം മൂലം ഇതൊന്നും മാറണമെന്ന് ആഗ്രഹിക്കാത്ത CPMകാർ പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവാൻ പോകുന്നത്. താങ്ക് യു. അല്ല, അതും തൃപ്പൂണിത്തറയിൽ തന്നെ ഉയർത്തി കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെ അവരെന്താണ് ഉയർത്തി കാണിക്കേണ്ടതെന്നൊക്കെ അവർ ഉയർത്തി കാണിച്ചോട്ടെ. തൃപ്പൂണിത്തറയിൽ പിന്നെ അദ്ദേഹം മത്സരിച്ചല്ലോ. അതൊക്കെ അവരുടെ രാഷ്ട്രീയം എന്തായിരിക്കണം, അവരെന്താണ് ഉയർത്തി കാണിക്കുന്നതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി ഞങ്ങൾ ഉയർത്തി കാണിക്കും. ഇപ്പോഴും തലക്കെട്ടുകളും ഫ്ലാഷ് ന്യൂസുകളും ചർച്ചകളും ബഹളങ്ങളും വിവാദങ്ങളും ഒക്കെയാണ്. പക്ഷെ ജനങ്ങളുടെ ഇടയിൽ ചർച്ച അതല്ല. ഞങ്ങൾ ആ ചർച്ചയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണത്. ഞാൻ ഇതുപോലെ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ എടുത്തു നോക്കുക, നിങ്ങളുടെ ആർക്കൈവ്സ് എടുത്ത് നോക്കുക. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഈ പറയുന്ന വിവാദങ്ങളുടെ കൊടുമ്പിരികളായിരുന്നല്ലോ. പക്ഷെ അത് കൊടുമ്പിരി കൊള്ളുമ്പോഴും ജനങ്ങൾക്കിടയിൽ യഥാർത്ഥ ചർച്ച എന്താ, ആ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ ഞങ്ങൾക്ക് പറ്റും. അതാണ് നിലവിലെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ. ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു വിൻ ദിസ് ഫോർ ഷുവർ. ഇത് ഞങ്ങൾ ജയിക്കാൻ തന്നെ വേണ്ടി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഒരു യൂണിറ്റായി ഒറ്റക്കെട്ടായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയമായിട്ട് കൂടുതൽ കാര്യങ്ങൾ ഉയർന്നു വരട്ടെ. ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടായതിൽ അപ്പുറം വലിയ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ട്. പുതിയ സ്ഥാനാർത്ഥി വരുന്ന LDFന് പാർട്ടി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥിയാണ്. ഒപ്പം തന്നെ അന്നൂറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നു. നിലവിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ആണോ UDFിന് ഇപ്പോൾ കൂടുതൽ പ്രതിസന്ധിയല്ലേ? അതെങ്ങനെ ഞങ്ങൾക്ക് പ്രതിസന്ധി ആവുന്നത്? ഞങ്ങളിപ്പോൾ ആ ഘടകങ്ങളൊക്കെ പരിശോധിച്ചിട്ട്
അതൊക്കെ ആലോചിച്ചിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം പോലും നീട്ടിക്കൊണ്ടുപോയിട്ടില്ലല്ലോ. ഞങ്ങൾ കോൺഫിഡൻ്റ് ആയിരുന്നു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ. പിന്നെ എതിരാളി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വീട്ടിലിരിക്കുമോ? എതിരാളി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണോ തെരഞ്ഞെടുപ്പ്? പിന്നെ തെരഞ്ഞെടുപ്പ് വേണ്ടല്ലോ. അല്ല, ഞങ്ങൾ അങ്ങനെ ഒരു സെറ്റിൽമെൻറ്റിലല്ല. ഞങ്ങളുടെ പൊളിറ്റിക്സ് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞല്ലോ. UDFൻ്റെ ജയം ഇവിടുത്തെ ജനത ആഗ്രഹിക്കുന്നു. അത് നിലമ്പൂരിലെ ജനങ്ങൾ മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ അസസ്മെൻ്റ് അതാണ്. അപ്പോൾ അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആരെയും ഞങ്ങൾ നിസ്സഹകരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ UDF ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നു. ആ സ്ഥാനാർത്ഥിയും UDF പറയുന്ന രാഷ്ട്രീയത്തെ അംഗീകരിക്കുന്ന ആരുമായിട്ട് നിസ്സഹകരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് സഹകരിക്കണോ വേണ്ടേ എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ച് അറിയിക്കുന്ന പക്ഷം ഉചിതമായ തീരുമാനം ഉണ്ടാകുന്ന UDF നേതൃത്വം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. അല്ല, ജയം തോൽവിയും ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത്. ആ ജനങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാണ് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് സാഹചര്യം. അപ്പോൾ ആ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ എല്ലാവരും നിലപാടെടുക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. UDFൻ്റെ ജയം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ നിലമ്പൂരിൽ തന്നെ ഇപ്പം വന്യമൃഗ ആക്രമണങ്ങളുടെ കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കും. നിങ്ങൾ ഈ പറയുന്ന സിറ്റുവേഷൻ പറയുന്നുണ്ടല്ലോ, സ്ഥാനാർത്ഥികൾ വന്നോട്ടെ, പക്ഷേ ജനങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ മാറുന്നുണ്ടോ? അതിനല്ലേ മാറ്റം വരേണ്ടത്. അത് മാറ്റം വരുത്തുമെന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാലയളവ് കഴിയുന്നതിൻ്റെ തലേ ദിവസം എഴുന്നേറ്റിട്ട് വന്യമൃഗ ആക്രമണങ്ങളെ ചെറുക്കണമെന്ന് തോന്നൽ തുടങ്ങി നിലമ്പൂർ ഇലക്ഷൻ മുൻകൂട്ടി കണ്ടിട്ട് നടത്തുന്ന പ്രഖ്യാപനങ്ങൾ ഒഴികെ ഈ കഴിഞ്ഞ 9-10 വർഷം കൊണ്ട് എന്താ ചെയ്തതെന്നുള്ള ചോദ്യം അത് പ്രസക്തമായിട്ട് നിൽക്കുകയല്ലേ. ഇവിടെ വലിയ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, കവളപ്പാറയിൽ ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുണ്ടായി. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അതിന് അറുതി വരുത്താൻ അവർ നടത്തേണ്ടി വന്ന കാത്തിരിപ്പ് ഇപ്പോഴും ലൈവായിട്ട് ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുകയല്ലേ. ഒരു ജനങ്ങൾ നേരിടുന്ന പ്രതിസന്ധിയും ജനകീയ വിഷയങ്ങളും മറഞ്ഞു പോവില്ല. അതൊക്കെ തന്നെ ഉയർത്തി ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും. തികഞ്ഞ ആത്മവിശ്വാസമുണ്ട്. തെല്ലും അഹങ്കാരമില്ലാതെ പറയുന്നു, നിലമ്പൂരെ ഞങ്ങൾ തിരിച്ചു പിടിക്കും. അത് കേരളം തിരിച്ചു പിടിക്കാനുള്ള ഞങ്ങളുടെ യാത്രയുടെ പ്രധാനപ്പെട്ട ഒരു ചൂടുമായിരിക്കും. അദ്ദേഹം തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് ഉണ്ടാവാം, തീർച്ചയായിട്ടും. അല്ല, അത് ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ ഇനി വരട്ടെ. ജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിലുള്ള സംശയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിർത്തുന്നില്ല. അദ്ദേഹം UDFനോടൊപ്പം ഉണ്ടാവാൻ അദ്ദേഹം ആഗ്രഹിച്ച അതിന് ഇവിടുന്ന് ആരും തടസ്സം പറഞ്ഞിട്ടില്ലല്ലോ. UDF സ്ഥാനാർത്ഥി ജയിക്കണമെന്നും UDF ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെയും നിസ്സഹകരിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ UDFൻ്റെ നേതൃത്വം അതിനെപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞാണ്. ഇപ്പം ഞാൻ അതിൻ്റെ നിബന്ധനകൾ വെച്ചിട്ടുണ്ടോ ഇല്ലയെന്നുള്ളതൊന്നും ഇപ്പം ഞാൻ പറയേണ്ട ആളല്ലല്ലോ. UDF നേതൃത്വം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.